അപ്പോൾ നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഒഴിഞ്ഞ വിക്സിൻ്റെ ബോട്ടിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ടൊരു വാട്ടർ പമ്പ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, നമ്മളൊട്ടും ലാഗടിപ്പിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വാട്ടർ പമ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് നമ്മുടെ ഇതേപോലത്തെ ഒരു വിക്സിൻ്റെ ഒഴിഞ്ഞ ബോട്ടിലാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലത്തെ ഒരു DC മോട്ടറാണ്. ഇതൊരു 12 വോൾട്ടിൻ്റെ DC മോട്ടറാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ഹോസാണ്. നമുക്കിത് നമ്മുടെ വാട്ടർ ഇൻപുട്ടും ഔട്ട്ലെറ്റും കൊടുക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. ഇത് നമ്മുടെ സാധാരണ ചെപ്പിൻ്റെ അടപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്ക് ചെറിയ ചെറിയ പശയൊക്കെ ഒട്ടിച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ഫെവിക്വിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഫെവിക്വിക്കും വേണം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വിക്സിൻ്റെ ചെപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കണം. അകത്ത് ഇത്തിരി അംശം ഉണ്ടാകുന്ന വെച്ചാൽ കുഴപ്പമില്ല. എന്നാൽ പുറം നന്നായിട്ട് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് എന്തെങ്കിലും വെച്ച് ഉരച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളതിൽ ഒട്ടിക്കുന്ന മോട്ടറോ ഹോസോ ഒന്നും ഒട്ടി നിൽക്കില്ല, ആ ഒരു വഴുക്കലുള്ളതുകൊണ്ട് ഒട്ടി നിൽക്കില്ല. അപ്പോൾ അത് ആദ്യം ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു വിക്സിൻ്റെ ബോട്ടിൽ നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ ഈ അടപ്പിൻ്റെ ഭാഗം മാറ്റി വെക്കുകയാണ്. നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ മോട്ടർ ഇറക്കാനായിട്ട് കറക്റ്റ് സെൻറ്ററിലൊരു ഹോൾഡ് എടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു വിക്സിൻ്റെ ബോട്ടിലിന് ഹോൾഡ് എടുക്കുന്നത് നമ്മുടെ സോൾഡറിങ് ഞാൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സോൾഡറിങ് ഞാൻ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് നമുക്ക് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ തുളച്ച് ഹോൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു വിക്സിൻ്റെ ബോട്ടിൽ കറക്റ്റ് നമ്മുടെ മോട്ടറിനുള്ളതിന് ഹോൾഡ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു നിങ്ങൾക്കിപ്പോൾ കാണുന്ന പോലെ ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ നമുക്കൊരു സാൻഡ് പേപ്പർ എടുത്തുനിന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു വിക്സിൻ്റെ ചെപ്പ് നന്നായിട്ട് നമ്മൾ സോഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ പൊങ്ങിയുന്ന ഭാഗങ്ങളൊന്നുമില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മോട്ടറിൽ ഒട്ടിച്ചാൽ കറക്റ്റായിട്ട് നിൽക്കില്ല. അതിനാണ് നമ്മളിങ്ങനെ സാൻഡ് പേപ്പർ വെച്ച് ഈ ഭാഗം സോഫ്റ്റ് ആയി കൊടുക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ഈ ഒരു മോട്ടർ നമ്മുടെ ഈ ഒരു വിക്സിൻ്റെ ബോട്ടിലേക്ക് ഇറക്കി വെക്കണം. കറക്റ്റായിട്ട് നമുക്കിനി അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ ഫെവിക്വിക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെക്കും. ശേഷം അതിലേക്ക് നമ്മുടെ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് നിർത്തും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു വിക്സിൻ്റെ ബോട്ടിലേക്ക് നമ്മുടെ ഈ മോട്ടർ ഇങ്ങനെ കറക്റ്റായിട്ട് ഇറക്കി വെച്ച് സെൻറ്റർ വെച്ച് നമുക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് ഫെവിക്വിക്ക് ഇട്ട് ഒട്ടിച്ചെടുക്കാം. നമുക്കിങ്ങനെ നമ്മുടെ മോട്ടറിന് ഇതിലേക്ക് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മോട്ടറിൽ നമ്മുടെ ഈ വിക്സിൻ്റെ ബോട്ടിൽ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഫെവിക്വിക്ക് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ. നമ്മളിനി എയർ ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു മോട്ടറിന് ചുറ്റും നമ്മളിതിൻ്റെ ചുറ്റുമായിട്ട് നമ്മുടെ ഹോട്ട് ഗ്ലൂ ഇടാൻ പോവാണ്. ഇനി ആ ഗ്ലൂ സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ വിക്സിൻ്റെ അടപ്പിൽ നമുക്ക് ഇതിൻ്റെയും സെൻറ്ററിലൊരു ഹോൾഡ് എടുക്കണം. നേരത്തെ നമ്മൾ കാണിച്ച ആ ഒരു ഹോസ് ഇടാനായിട്ടാണ് നമ്മുടെ ഇൻലെറ്റ് വരുന്ന ഭാഗത്ത് ഇവിടെ ഹോസ് ഇടാനാണ് നമ്മളിവിടെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ നമുക്ക് സോൾഡറിങ് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്യേണ്ട അളവ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വിക്സിൻ്റെ ചെപ്പിനുള്ളിൽ കറക്റ്റായിട്ട് ഒരു തൊട്ടില്ല എന്ന് പറഞ്ഞിരിക്കാൻ പാകത്തിന് നമ്മൾ ആ ഒരു റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തതിൽ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്മൾ കട്ട് ചെയ്തെടുത്ത ഷീറ്റിൻ്റെ നടുക്ക് ഭാഗത്ത് ഹോൾ ഇടണം. ഹോളിട്ട ശേഷം ഇത് നമ്മുടെ മോട്ടറിൽ വെക്കുന്ന നമ്മുടെ ഒരു കണക്ടറാണ്. ഈ ഒരു കണക്ടർ നമ്മൾ ഇതിലേക്ക് വെച്ച് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ മോട്ടർ കറങ്ങുന്ന സമയത്ത് ഇളകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കണക്ടർ ഇട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കണക്ടർ വെക്കാൻ പാകത്തിന് ഈ ഒരു ഇതിൻ്റെ നടുക്ക് നമ്മൾ സോൾഡറിങ് ചെയ്യാൻ വെച്ചൊരു ഹോൾ ഉണ്ടാക്കി എടുക്കാൻ പോകണം. നമ്മുടെ മോട്ടറിൻ്റെ കണക്ടറും ഈ ഒരു നമ്മുടെ ഷീറ്റും തമ്മിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു നമ്മുടെ അടപ്പിൻ്റെ തന്നെ സൈഡ് കട്ട് ചെയ്തെടുത്ത ഭാഗമാണ്. ഇത് നമ്മളതിൽ നമുക്ക് ലീഫായിട്ട് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിത് കറക്റ്റ് നമ്മുടെ ഇതിൻ്റെ
അളവ് ഇങ്ങനെ നോക്കി നമുക്ക് ആ ഒരു സൈഡിന് ഒട്ടിച്ച് കൊടുക്കണം. ഒരു 4 നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് 4 പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോ കഷ്ണവും നമ്മുടെ ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഫെവിക്വിക്ക് ഉപയോഗിച്ച് ഈ ഷീറ്റിലേക്ക് നമ്മുടെ ആ ഓരോ ലീഫുകളെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് ഒട്ടിച്ച് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്തിരി ഹോട്ടലും കൂടി നമ്മൾ ഈ ഒരു ലീഫിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ റണ്ണ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ മോട്ടർ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ചെയ്യാനുള്ളത് ഈ ഒരു ഷാഫ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ലീഫ് നമുക്ക് ഇതിനുള്ളിലേക്ക് കറക്റ്റായിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടോ, എന്നിട്ട് നമുക്ക് മോട്ടറിലേക്ക് പവർ കൊടുത്തിട്ട് റണ്ണാകുമ്പോൾ ഇത് എവിടെയെങ്കിലും തട്ടുന്നുണ്ടോ എന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ, ഫ്രീ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് എല്ലാം അറിയണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അതിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മുടെ മോട്ടറൊന്ന് ഓണാക്കി വെക്കാം. ഗൈസ് നമ്മളപ്പോൾ നമ്മുടെ ആ ഒരു ലീഫ് നമ്മൾ കറക്റ്റ് ഇതിനുള്ളിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററി വെച്ചിട്ട് ഇത് ഫ്രീ ആയിട്ടാണ് റൺ ചെയ്യണമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ലീഫ് പ്രശ്നമൊന്നും ഇല്ലാണ്ട് തന്നെ എങ്ങും തട്ടാണ്ട് സൗണ്ടൊന്നും ഉണ്ടാക്കാണ്ട് തന്നെ കറക്റ്റായിട്ട് കറങ്ങുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് ഔട്ട്ലെറ്റ് പൈപ്പ്. ഈ ഔട്ട്ലെറ്റ് പൈപ്പ് ഇടാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കണം. നമ്മൾ കൃത്യമളവിന് തന്നെ ഹോൾ ഉണ്ടാക്കി ഈ ഭാഗത്തായിട്ട് നമ്മുടെ പൈപ്പ് സെറ്റ് ചെയ്ത് നേരത്തെ ഇതുപോലെ നമ്മൾ ഫെവിക്വിക്ക് വെച്ചൊന്ന് ഒട്ടിച്ച് ശേഷം അതുവഴി എയർ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അതായത് നമ്മുടെ പമ്പിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം മോട്ടറിൻ്റെ ഒരു 3/4 വർക്കും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ഗ്ലൂ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാക്കിയുള്ള അടപ്പ്, നമ്മുടെ ഈ ഒരു അടപ്പ് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഓസ് വരുന്ന ഭാഗം നമ്മൾ ഈ അടപ്പിൽ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഗൈസ് ഏകദേശം നമ്മുടെ മോട്ടറിൻ്റെ കംപ്ലീറ്റ് പരിപാടിയും തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഭാഗം മുഴുവൻ, അതായത് നമ്മൾ വാട്ടർ സീൽ ചെയ്യാൻ പോകണം, അതായത് എയർ സീൽ ചെയ്യാൻ പോകണം മൊത്തത്തിൽ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ചെറിയ ഗ്യാപ്പൊക്കെ കാണാം നമ്മൾ ആ കട്ട് ചെയ്യേണ്ട. അപ്പോൾ ഇനി നമുക്കത് ഹോട്ടലിലോട്ടൊന്ന് സീൽ ചെയ്യാം. ഇപ്പോൾ ഗൈസ് നമ്മുടെ മോട്ടറിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നന്നായിട്ട് ഗ്ലൂ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു, കാണാൻ ചെറിയ വൃത്തിയുടെ കാണാം. അപ്പോൾ എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗങ്ങളിലൊന്നും യാതൊരു കാരണവശാലും, പ്രത്യേകിച്ച് വിക്സിൻ്റെ ബോട്ടിലാണ്, ഈ ഒരു ഭാഗങ്ങളിലൊന്നും യാതൊരു കാരണവശാലും എയർ ലീക്ക് ഉണ്ടാകാൻ പാടില്ല. ഇതിനകത്തേക്ക് വന്ന വെള്ളം കറക്റ്റായിട്ട് വലിക്കണമെങ്കിൽ യാതൊരു തരത്തിലും അകത്തേക്ക് എയർ കിടക്കാൻ പാടില്ല. എയർ വരുന്നത്, അതായത് വെള്ളം വരുന്നത് ഈ ഒരു ഇതിൽ നിന്നും ഔട്ട് ഈ ഒരു പൈപ്പും മാത്രമേ വരാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് എയർ ടൈറ്റ് ആക്കി ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടെസ്റ്റിങ്ങിലേക്ക് കിടക്കാം. ഗൈസ് നമ്മളപ്പോൾ വാട്ടർ പമ്പ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് നിറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വാട്ടർ പമ്പ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു പമ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ നമുക്ക് കുറച്ച് നേരത്തേക്കൊന്ന് വെള്ളത്തിൽ ഓൺ ആക്കിയിട്ട് മുക്കി പിടിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻപുട്ട് ഭാഗത്ത് വെള്ളം എടുക്കുന്ന ഭാഗത്തായ ആ ഒരു പോർഷനുള്ളിൽ ഫുള്ള് വെള്ളം നിറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ പമ്പിങ് സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് നമ്മുടെ പമ്പ് വെള്ളത്തിൽ മുക്കി വെക്കാം. മുക്കി വെച്ച ശേഷം ആ ഒരു പമ്പിനുള്ളിൽ, അതായത് നമ്മുടെ ആ ഒരു പോർഷനുള്ളിൽ, ഫ്രണ്ട് പോർഷനുള്ളിൽ വെള്ളം നിറയുമ്പോൾ പമ്പിങ് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സാധാരണ മോട്ടറുള്ള ഫുട്ബോളിനൊന്നും നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതൊരു വലിയ പവറുള്ള മോട്ടറൊന്നുമല്ല നമ്മളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് സെൽഫായിട്ട് വലിക്കുന്നതിന് കുറച്ച് അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്.